വെൽക്കം ടു സാൻഡി മോസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യോഗ ഫോർ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. നമ്മളുടെ ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിൽ തകരാറ് സംഭവിക്കുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്നിങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള 5 യോഗ പോസസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ യോഗ പോസ് എന്ന് പറയുന്നത് ഉഷ്ട്രാസനാണ്. അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം കാൽമുട്ട് ബെൻഡ് ചെയ്ത് മുട്ടുകുത്തി നിൽക്കുക. ഓക്കെ, കാല് രണ്ടും പതിഞ്ഞിരിക്കട്ടെ. കൈ രണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്തുകൊണ്ട് ഓരോ കൈയായിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് ഹീൽസിൽ ടച്ച് ചെയ്യുക. ഓക്കെ, മാക്സിമം കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലോട്ട് കൈ പതുക്കെ ഉയർത്തി കൊണ്ടുവരിക. ദെൻ ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. അപ്പൊ തന്നെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, റിലാക്സ്, കം ബാക്ക്. അടുത്ത യോഗ പോസ് എന്ന് പറയുന്നത് സർവാംഗാസനം. അതിനെ എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, കൈകൾ ചേർത്ത് പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് 2 കാലും ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക, വീണ്ടും ബ്രീത്ത് എടുക്കുക, പതുക്കെ ഹിപ്പ് റൈസ് ചെയ്യുക. മാക്സിമം ഹിപ്പ് റൈസ് ചെയ്ത് നമ്മുടെ ബട്ടക്സിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ താടി ഭാഗം ചെസ്റ്റിൽ ടച്ച് ചെയ്ത് ഫുൾ വെയിറ്റ് നമുക്ക് ഷോൾഡറിലാണ് ഫീൽ ചെയ്യേണ്ടത്. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഇൻ, പതുക്കെ ബെൻഡ് ചെയ്യുക. കം ബാക്ക് ടു നോർമൽ പൊസിഷൻ. പതുക്കെ റിലാക്സ് ചെയ്യുക. സർവാംഗാസനം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൗണ്ടർ പോസ് ആണ് ഫിഷ് പോസ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം മലർന്ന് കിടക്കുക. നമ്മളുടെ എൽബോ താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്തുകൊണ്ട് പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നമ്മുടെ ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തലയുടെ സെന്റർ പാർട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗം തൈറോയ്ഡ് ഈ ഒരു പാർട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ നെക്കിന്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫിഷ് പോസ് അല്ലെങ്കിൽ മത്സ്യാസനം. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം പതുക്കെ കം ബാക്ക് ടു നോർമൽ പൊസിഷൻ. അടുത്ത യോഗ പോസ് എന്ന് പറയുന്നത് സേതുബന്ധാസനം അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ് എന്ന് പറയും. ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഹിപ്സ് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മളുടെ നീ മുതൽ ഷോൾഡർ വരെ ഒരു സിംഗിൾ ലൈനിൽ ഹോൾഡ് ചെയ്യണം. ഓക്കെ, നോർമൽ ബ്രീത്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഹിപ്സ് താഴ്ത്തിക്കൊണ്ടുവരും. ഇതൊരു 10 into 3 reps ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഡെയിലി. ദെൻ കം ബാക്ക് നോർമൽ പോസിൽ റിലാക്സ് ചെയ്യുക. കാലുകൾ വൈഡാക്കി, കൈകൾ വൈഡാക്കി, റിലാക്സിങ് പോസ്. ഇന്നത്തെ ലാസ്റ്റ് പോസ് എന്ന് പറയുന്നത് ചക്രാസനം അല്ലെങ്കിൽ വീൽ പോസ്. അത് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കാൽമുട്ട് ഫസ്റ്റ് ബെൻഡ് ചെയ്യുക, ഹിപ്സ് വിത്തിൽ വൈഡ് ആക്കി വെക്കുക. കൈ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ കൈപ്പത്തി രണ്ടും ഷോൾഡറിന്റെ തൊട്ട് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് എടുത്തുകൊണ്ട് ഹിപ്പും റൈസ് ചെയ്യുക. മാക്സിമം റൈസ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം പതുക്കെ കം ബാക്ക് ടു നോർമൽ പോസ്. ദെൻ റിലാക്സ്. വീൽ പോസിന്റെ കൗണ്ടർ പോസ് ആയ പവനമുക്താസനം നമ്മൾ ഒരു ആസനം കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 2 കാലും ബെൻഡ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട്
രണ്ട് കാലും നന്നായി ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുക. ദെൻ നമ്മളുടെ നോസ് നീല് ടച്ച് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സമയം ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ഹോൾഡ് ചെയ്യുക. ദെൻ പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കം ബാക്ക്. ബ്രീത്ത് ഔട്ട് ആൻഡ് കാല് രണ്ടും സ്ട്രെച്ച് ചെയ്യുക. ദെൻ റിലാക്സ്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാക്കിയ 5 യോഗ പോസസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.